ബിഗ് ബോസ് മലയാളം സീസൺ 8മായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ പ്രഡിക്ഷൻ ലിസ്റ്റും മറ്റും യൂട്യൂബിലും മറ്റും ഒരുപാട് വീഡിയോകളുണ്ട്. എന്തായാലും അത് ഏപ്രിൽ മാസം തുടങ്ങുമെന്ന ഇങ്ങനൊരു ചെറിയൊരു അറിയിപ്പ് പോലെ വന്നിട്ടുണ്ട്. എന്തായാലും അത് കൺഫർമേഷൻ അല്ല. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ സീസൺ ഏപ്രിലായിരുന്നു അല്ലെങ്കിൽ മാർച്ച് അവസാനമായിരുന്നു തുടങ്ങേണ്ടത്. പക്ഷേ ആ ഒരു സ്വന്തം സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഹൗസൊക്കെ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും താമസിച്ച് ഓണത്തിൻ്റെ ആ ഒരു സമയത്താണ് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും മലയാളം ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നത് മാർച്ച് ഏപ്രിൽ ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം ആദ്യം ആരംഭിക്കുമെന്നാണ് ഒരു സൂചന കിട്ടിയിട്ടുള്ളത്. എന്തായാലും അത് കൺഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിലേക്ക് കുറച്ച് താരങ്ങൾ സെലക്ട് ചെയ്തും അതുപോലെ ഇപ്പോൾ ഓഡീഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്ന് തുടങ്ങുമെന്ന് സംബന്ധിച്ച ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സീരിയൽ മേഖലയിൽ നിന്നും ഒരു 11 താരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പേര് വരുന്നത് അമൃത നായരാണ്. അമൃത നായർ നിങ്ങൾക്കറിയാം, ഏഷ്യാനെറ്റിലെ കുടുംബവിളക്കം എന്ന് പറഞ്ഞ സീരിയലിലൂടെ പ്രശസ്തയായ ഒരു നടിയാണ്. അമൃത നായരുടെ പേര് പല സോഷ്യൽ മീഡിയയിലടക്കം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 8ലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ബിഗ് ബോസ് സീസൺ 8ലേക്ക്. അടുത്തത് റെബേക്ക സന്തോഷാണ്. കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സീരിയലിലൂടെ പ്രശസ്തയാർജിച്ച ഒരു നടിയാണ്. പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരു നടി കൂടിയാണ്. റെബേക്ക സന്തോഷിൻ്റെ പേരും ഇത്തവണ ബിഗ് ബോസ് സീസൺ 8ൻ്റെ ഒരു ലിസ്റ്റിൽ എത്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കി കാണാം. എന്തായാലും അടുത്ത പേര് വരുന്നത് രശ്മി സോമനാണ്. രശ്മി സോമനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ എവർഗ്രീൻ നായികയെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നടിയാണ്. കാരണം 90കളിൽ ദൂരദർശനിലെ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീയെ അക്ഷയപാത്രം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് പരമ്പരയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ബിഗ് ബോസ് സീസൺ 8ലേക്ക് ഒരു ചാൻസ് ഉണ്ട്. അടുത്തത് ഗൗരി കൃഷ്ണൻ. ഏഷ്യനെറ്റിലെ പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ സീരിയലിലൂടെ പ്രശസ്തയായ വന്ന ഒരു നടിയാണ് ഗൗരി. സോഷ്യൽ മീഡിയയിൽ തൻ്റെ നിലപാടുകളൊക്കെ തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്തായാലും സീസൺ 8ലേക്ക് നമുക്ക് ഗൗരി കൃഷ്ണനെ പ്രതീക്ഷിക്കാം. അടുത്തത് സ്വാസിക വിജയ്. സീത എന്ന സീരിയലിലൂടെ കേരളക്കരയാകെ തരംഗമായി മാറിയ ഒരു നടികളിൽ ഒരാളാണ്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ്. എന്തായാലും സ്റ്റേറ്റ് അവാർഡ് ജേതാവാണ്. എന്തായാലും നമുക്ക് സ്വാസിക വിജയെ ഈ തവണ ബിഗ് ബോസ് സീസൺ 8ലേക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അടുത്തത് മീനാക്ഷി രവീന്ദ്രൻ. പല റിയാലിറ്റി ഷോയിലൂടെ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഉടൻ പണം പോലുള്ള ഹിറ്റ് ഷോയിലൂടെ അവതാരികയായി തിളങ്ങിയ ഒരു താരമാണ്. എന്തായാലും മീനാക്ഷി രവീന്ദ്രനെ ഇത്തവണ ബിഗ് ബോസ് സീസൺ 8ലേക്ക് വരാൻ ഒരു 90% ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് സീസൺ 8ലേക്ക് മീനാക്ഷിയെ. അടുത്ത ഒരു താരമാണ് മാൻവി സുരേന്ദ്രൻ. സീതപക്ഷം, കുടുംബവിളക്ക് തുടങ്ങിയ നിരവധി സീരിയലിലൂടെ ശ്രദ്ധേയമായ ഒരു താരമാണ്. വില്ലത്തി വേഷങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു വ്യക്തിയാണ്. സീസൺ 8ലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു താരമാണ് മാൻവി സുരേന്ദ്രൻ. അടുത്തത് സാജൻ സൂര്യയാണ്. മലയാളം മിനി സ്ക്രീനിലെ മെഗാസ്റ്റാർ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് സീരിയലിലൂടെ നമുക്കറിയാവുന്ന ഒരു താരമാണ്. എന്തായാലും സാജൻ സൂര്യയും ഇത്തവണ ബിഗ് സീസൺ 8ൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലടക്കം പറയുന്ന ഒരു പേരാണ് സാജൻ സൂര്യ. അടുത്തത് അനീഷ് രവിയാണ്. അനീഷ് രവിയെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനീഷ് രവി എല്ലാവർക്കും അറിയാവുന്നൊരു താരമാണ്. അനീഷ് രവിയും ഇത്തവണ ബിഗ് ബോസ് സീസൺ 8ൽ ഒരു താരമായി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അനീഷ് രവിയെ പ്രതീക്ഷിക്കാം. അടുത്തത് സൂരജ് സൺ. സൂരജ് സൺ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെയും ബിഗ് ബോസ് സീസൺ 8ലേക്ക് വരുമെന്ന് പറഞ്ഞ പേരുകളിലൊക്കെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പാടത്ത പൈങ്കിളി എന്ന സീരിയലിലെ ദേവ എന്ന കഥാപാത്രത്തിലൂടെ വലിയൊരു ആരാധകരെ ഏറ്റെടുത്ത ഒരു താരം കൂടിയാണ്. എന്തായാലും സൂരജ് സണ്ണിനെ ഈ ഒരു സീസൺ 8ലേക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് വരുന്നത് സ്റ്റെബിൻ ജേക്കബാണ്. ചെമ്പരത്തി എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെ ആനന്ദ് എന്ന കഥാപാത്രത്തിലൂടെയൊക്കെയാണ് ഇദ്ദേഹം വന്നത്. പിന്നീട് ഒരുപാട് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റെബിൻ ജേക്കബിനെയും ഇതിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന 11 താരങ്ങളുടെ ലിസ്റ്റാണ്. സീരിയൽ മേഖലയിൽ നിന്നുള്ള 11 താരങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കാരണം ബിഗ് ബോസ് സീസൺ 8 ഏപ്രിൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അത് കൺഫർമേഷൻ ഡേറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഈ പറഞ്ഞ താരങ്ങൾ അല്ലാതെ വേറെ ഏതെങ്കിലും താരങ്ങൾ നിങ്ങളുടെ പട്ടികയിലുണ്ടെങ്കിൽ അത് കമൻറ്റായി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.